ഇന്ന് ഞായറാഴ്ച ദിവസം വെറും മോര് കറിയും കേബേജിൻ്റെ ഉപ്പേരി മാത്രമേ ഉള്ളതിന് കേട്ടോ. അപ്പോഴാണ് നമ്മളെ സതീഷേട്ടൻ കുഞ്ഞൂനെയും സിദ്ധുവിനെയും കൊണ്ട് മുടി വെട്ടാൻ പോയത്. അപ്പം വരുന്ന വഴിക്ക് കടുക്ക കണ്ടിട്ട് വാങ്ങിയതാട്ടോ. നല്ല പൈസയാണെന്നോലെ കടുക്കയ്ക്ക്, അതുകൊണ്ട് തന്നെ കുറച്ച് കടുക്കേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഏറ്റവും നല്ലത് ഫ്രൈ ആക്കല്ല പൊരിക്കുകയെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഫ്രൈ ആക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഉള്ളിയും തക്കാളിയെല്ലാം ഇട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കുകയാണേ. ഇവിടെ രണ്ടാൾക്കാർ വന്ന് നോക്കുന്നുണ്ട്. സമയം ഏകദേശം 12:45 1 മണീൻ്റെ അടുത്തായിട്ടോ. വിശന്നിട്ട് വന്ന് നോക്കുകയാണ്, ഇതെന്താണ് ഇതാവാത്തതെന്ന് നോക്കി നിൽക്കുക കേട്ടോ. ഇങ്ങനെയുണ്ട് രണ്ടാളെ മുടി വെട്ടിയിട്ട്. സിദ്ധുവിൻ്റെ മുടി വെട്ടിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് മാമാട്ടിക്കുട്ടിയമ്മേനെ പോലെ കണ്ണിലോട്ട് വരെ തൂങ്ങി നിൽക്കും. മറ്റവൻ്റെ പിന്നെ കുറച്ച് മുകളിലോട്ടായിട്ട് നിൽക്കുവേ. അങ്ങനെ രണ്ടാളെയും മുടിയൊക്കെ വെട്ടി. പിന്നെ സൈക്കിൾ നന്നാക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു, കേടായിട്ട്. അത് നോക്കുമ്പോൾ ഇന്ന് ഞായറാഴ്ചയെ കൊണ്ട് കടയൊന്നും തുറന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ഇവർ കടുക്ക കൊണ്ടുവന്നത്. എന്നാൽ വേഗം ചൂടാക്കിയിട്ട് ഇത് എങ്ങനെ പൊളിച്ചൊക്കെ എടുക്കണമല്ലോ. അങ്ങനെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടേ, എന്നാലും കുഴപ്പമില്ലായിരുന്നു. വേഗത്തിൽ തന്നെ ആക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പൊരിക്കുക കേട്ടോ ചെയ്തത്. വേഗത്തിൽ തന്നെ പൊരിച്ചെടുത്തിട്ട് വേണം. കാത്തിരിക്കുന്നുണ്ട് നമ്മളെ മക്കൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ കടുക്ക പൊരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലുണ്ട്, എൻ്റെ അമ്മോ എന്തോരം സ്മെല്ലാണെന്നറിയോ. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുമ്പോഴത്തേക്ക് പിന്നെ പറയണ്ട. ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ, കോഴിക്കോടൊക്കെ പോകുമ്പം കടുക്ക ബിരിയാണി കഴിക്കണമെന്ന്. പക്ഷെ ഞാൻ കയറുന്ന ഹോട്ടലിലൊന്നും ഉണ്ടാവില്ല എപ്പോഴും. അതുപോലെ തന്നെ കൊയിലാണ്ടി ആദ്യമൊക്കെ എപ്പോഴും ഉണ്ടാകുമായിരുന്നേ കടുക്ക ഫ്രൈ ഒക്കെ. ഇപ്പം ചില ഹോട്ടലിലൊന്നും ഞാൻ നോക്കുമ്പം എവിടെയും കടുക്ക ഫ്രൈ ഒന്നും കാണലില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ചോറ് കഴിക്കാൻ നോക്കുകയാണ്. നല്ല മോര് കറിയുണ്ട്, ഉപ്പേരിയുണ്ട്, അതേപോലെ തന്നെ കടുക്ക പൊരിച്ചതുണ്ട്. കടുക്ക കൂട്ടിയിട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. വേറെ ഒന്നും ഉണ്ടല്ല, കടുക്ക പൊരിച്ചതിൻ്റെ ഒരു എണ്ണയുണ്ടല്ലോ, അതെന്ത് ടേസ്റ്റാണേ. എന്തേ അസുഖം വരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ എന്ത് പൊരിച്ചതിൻ്റെ എണ്ണയും കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇന്ന് എന്തായിരുന്നു ഫുഡെന്ന് പറയണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സി യു.